ഈശ്വരമാക്കുകയും ചെയ്യുമ്പോഴാണ് സ്നേഹത്തിന്റെ ഫലമായി ലക്ഷ്യം കൈവരിക്കുക എന്നത് ടീച്ചർ ജൂലിയന്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് 2025 വിശ്വാസത്തിന്റെ രണ്ടാം ദിനത്തിന്റെ തുടക്കമായി. സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും എളുപ്പവും സുനിശ്ചിതമായ മാർഗമാണ് പരിശുദ്ധ കുർബാന. കൃത്യം 9 മണിക്ക് ഫാദർ പോൾ അച്ഛന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയിൽ എല്ലാവരും പങ്കെടുത്തു. കുർബാനയിലെ ശബ്ദത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചതിനാൽ കുട്ടികൾ പ്രാർത്ഥന കഴിഞ്ഞ ദിവസത്തേക്കാൾ വിശ്വസിച്ച് വരാൻ ശ്രമിച്ചു. പിന്നീട് റിപ്പോർട്ട് അവതരണമായിരുന്നു. ഓരോ ഹൗസിന്റെയും റിപ്പോർട്ട് ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടതായിരുന്നെന്ന് അച്ഛൻ കൂട്ടിച്ചേർത്തു. ഈ വാക്കുകൾ അടുത്ത ദിവസത്തെ റിപ്പോർട്ട് കൂടുതൽ മെച്ചപ്പെട്ടതാക്കുവാൻ അവർക്ക് ഉദാഹരണം നൽകി. തുടർന്ന് ഓരോ ചോദ്യത്തിന് ഉത്തരവിരുന്ന് തന്നെയായിരുന്നു. പ്രപഞ്ചത്തിലെ കുറിച്ച് എന്തിനെ സൂചിപ്പിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയ ഹൗസിന് 100 പോയിന്റുകൾ നൽകി. ബൈബിളിലെ 23 പുസ്തകങ്ങൾ പറയുന്നവർക്ക് 200 പോയിന്റ് നൽകുമെന്ന് പറയുന്നതിനാലും കരസ്ഥമാക്കാൻ അന്നേതിന് മാത്രം സാധിച്ചില്ല. അങ്ങനെ ഏതാനും ചോദ്യങ്ങളോടെ ചോദ്യോത്തരം അവസാനിച്ചു. ദീപവൃതർ അന്നേ ദിവസത്തിന് നിർദ്ദേശം നൽകി. കുരിശുവരച്ച് വണങ്ങി കുട്ടികൾ പുറത്തിറങ്ങി. 10:15 ബ്രേക്കിന് ശേഷം കൃത്യം 10:30 അറിവിന്റെ വിമാനത്തിലേക്കുള്ള വാതിൽ അവർക്കായി തുറക്കപ്പെട്ടു. 10 ബുക്ക് പൂരിപ്പിക്കുന്നതിനിടെ 11:30 ചെറിയൊരു ബ്രേക്ക് നൽകി. 11:40 ക്ലാസുകൾ പുനരാരംഭിച്ചു. തുടർന്ന് 12:30 ത്രികാല കുട്ടികൾ ഉച്ചഭക്ഷണത്തിനുള്ള സമയം നൽകി. 1:30 ജപമാല പ്രാർത്ഥനയ്ക്ക് എല്ലാവരും എന്നിങ്ങനെ യഥാക്രമത്തിൽ നേതൃത്വം നൽകിക്കൊണ്ട് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ ഗാനം ആരംഭിച്ചു തുടങ്ങിയ ജപമാല കന്യാമാതാവിന്റെ ഗാനാമൃതത്തോടെ അവസാനിച്ചു. കഴിഞ്ഞ ദിവസത്തേക്കാൾ 13 സ്ഥലത്തിൽ കുട്ടികൾ കർത്താവിനെ സ്തുതികൾ അർപ്പിച്ചു. പോളച്ച നല്ല വാക്കുകൾ നൽകിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു. ദീപവൃത്തറിന്റെ ജൂനിയേഴ്സായ എബിൻ സുഖം പ്രവർത്തകർമാരെ സന്ദർശിക്കുകയുണ്ടായി. പണിയങ്കുളം ഇടവകയിലെ കുടുംബങ്ങൾ ഉച്ചസ്ഥലത്തിലാണ് സുഖിച്ചുവെന്നും ദാവീദിനെക്കുള്ള പ്രാർത്ഥിക്കുവാനും ജനാചന്മാർ പറഞ്ഞു. 9 മുതൽ 12 വരെയുള്ള ആൺകുട്ടികളെ ദൈവങ്ങളിലേക്ക് ക്ഷണിക്കുവാനാണ് അവർ എത്തിയത്. പിന്നീട് പണിയങ്കുളം സാക്ഷികൾ വീണ്ടും വാശിയുള്ള ഒരു ആവശ്യക്കാഴ്ചയായിരുന്നു. ഓരോ ഹൗസിൽ നിന്നും 10 മുതിർന്ന കുട്ടികൾ നിലയിൽ നിന്ന് ബക്കറ്റിൽ നിന്ന് വെള്ളം കൈമാറി കുപ്പിയിൽ വെള്ളം കുടിക്കുക. ഇതിൽ എല്ലാവരും ഇങ്ങനെ ഒന്നുകാരണം സ്ഥാനം കരസ്ഥമാക്കി. നമുക്ക് ലഭിച്ച വിശ്വാസത്തെ മറ്റൊരാളിലേക്ക് ചോർന്നു പോകാതെ എത്തിക്കുക എന്ന സന്ദേശം ഈ ചെറിയ ഗെയിമിലൂടെ കുട്ടികളിലേക്ക് എത്തി. തുടർന്ന് ഒരു വ്യത്യസ്ത ഗെയിമായിരുന്നു. ഗെയിമിനെ പോലെ തന്നെ നിന്നുകൊണ്ട് കയറിന്റെ വളയം ഓരോരുത്തരുടെയും ബോഡിയിലൂടെ കടത്തി മറ്റൊരാളിലേക്ക് പാസ് ചെയ്യണം. ഇതിൽ എല്ലാ ഓരോ ഹൗസിനും സമ്മാനാർഹരായി. ഹൗസിലെ മുഴുവൻ കുട്ടികളെ പങ്കാളിത്തമുള്ള ഒരു ഗെയിമായിരുന്നു. തങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ഏറ്റവും നീളമേറിയ പാത്രം നിർമ്മിക്കാനായിരുന്നു. ഈ മത്സരം എല്ലാ പരിസര സഹകരണങ്ങൾ ഏറെ ആവശ്യമുള്ളതായിരുന്നു. 1 മുതൽ 7 വരെയുള്ള കുട്ടികളുടെ വചനം പാസ് ചെയ്യുന്ന മത്സരമായിരുന്നു പിന്നീട്. ഇത് കേവലം ഒരു ഗെയിം മാത്രമായിരുന്നില്ല. നാം ജീവിതത്തിൽ വളർത്തേണ്ട ഏറ്റവും വലിയ മൂല്യമാണ്. നാം തിരിച്ച് അറിഞ്ഞ അവിടുത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് ക്രൈസ്തവർ നമുക്ക് കടമയുമാണ്. ദീപവൃത്തറിന്റെ നേതൃത്വത്തിലെ മറ്റ് അധ്യാപകരുടെയും കുട്ടികളെ സഹകരണത്തിന്റെ എല്ലാം വളരെ ഭാഗമായി പൂർത്തീകരിച്ചു. 3-ാം ദിവസത്തെ ആരാധന ഹൗസ് എത്തിക്കുന്ന നേതൃത്വം നൽകണമെന്നും അന്നേ ദിവസം 3 മണിക്ക് വീടുകളിലേക്ക് പോകാമെന്ന് കൂട്ടിച്ചേർത്തു. അതുപോലെ റിപ്പോർട്ട് അവതരണ സമയം ഏറിയ 4 മിനിറ്റാണെന്നും ഇനി പള്ളിയിൽ പതിവിലും വിപരീതമായി ഹൗസ് അടിസ്ഥാനത്തിൽ നിൽക്കണമെന്നും ദീപവൃത്തർ നിർദ്ദേശിച്ചു. വീറും വാശിയും ഒപ്പം ചോർന്നപാതെ കുട്ടികൾ വിശുദ്ധർക്ക് ജയിലുകളിൽ മുടക്കി. അങ്ങനെ മനോഹര സമൂഹത്തിന്റെ ഒരു ഇടം കൂടി അറിയുന്നതോടെ നാളെ ഇതിൽ മികച്ചതാക്കാമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും സ്വപ്നത്തിലേക്ക് 3:30 മുടങ്ങി. തുടർന്ന് മണിയങ്കുളം ന്യൂസിലേക്ക് വിദേശത്തിന്റെ 2-ാം ദിന അവലോകനം ചിത്രീകരിച്ചു. വിശുദ്ധ മത്തായി 20 തിരുവനന്തപുരത്ത് പോലെ ഇങ്ങനെ അവസാനമുള്ളവരെ ആദ്യമുള്ളവർ അവസാനമുള്ളവരെ വരുന്നു എന്ന തിരുവചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് 2025 വിശ്വാസവും 2-ാം തീയതി തുറന്നപ്പോൾ പൊതുജന സമക്ഷം സ്ഥാപിക്കുന്നു.